അപ്പോൾ ശിവ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന, ജ്ഞാനവേൽ രാജ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കങ്കുവയുടെ പുതിയ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടീസറിൻ്റെ വിശേഷങ്ങൾ, അതായത് ആ ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണലായ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ ആ ട്രെയിലർ കണ്ടു. അപ്പോൾ ആദ്യം അതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം, അതിന് ശേഷം നമുക്ക് ആ ട്രെയിലറും ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഇതൊരു പുതിയ ചാനലാണ്. ഇതിൽ നിങ്ങൾക്ക് പുതിയ സിനിമകളുടെ റിവ്യൂ, ഇതുപോലെ ട്രെയിലറുകളുടെ റിവ്യൂ, അതുപോലെ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ ട്രെയിലറിനെ കുറിച്ച് ഇപ്പം ഞാൻ എന്താ പറയുക, അതുപോലത്തെ ഒരു ട്രെയിലറാണ്. ഇപ്പോൾ തങ്കല്ലാൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, അതിനേക്കാൾ എത്രയോ മടങ്ങ് കാണാൻ ഈ ട്രെയിലറിലുണ്ട്. നല്ല ഒന്നാം തരം കിഡിലൻ ആക്ഷൻ സിനിമയാണിത്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു ദ്വീപിലാണ് കഥ നടക്കുന്നതെന്നാണ്. അതേപോലെ വനാന്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ അഗ്നിപർവ്വതമൊക്കെ പൊട്ടി ലാവയൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ കടൽ, കപ്പൽ, ഗംഭീര സെറ്റ്, അങ്ങനെ ചെലവ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. അതിൻ്റെ നമ്മളിപ്പോൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് ലഭിക്കുമെന്ന് ഈ ട്രെയിലർ തന്നെ നമുക്ക് കാണാനുള്ളത് അതിലുണ്ടാകുമെന്ന് ഈ ട്രെയിലർ സൂചിപ്പിക്കുന്നു. ഗംഭീര VFX ആണ് ഈ ട്രെയിലറിൽ ഉടനീളം കാണുന്നത്. അപ്പോൾ മൃഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് VFXിലൂടെ, അതുപോലെ കപ്പൽ, അതുപോലെ സെറ്റിൽ ഇനി എത്രത്തോളം VFX എന്ന് അറിയില്ല. അതുപോലെ ഫ്രെയിം ടു ഫ്രെയിം ആക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതും തീ പാറുന്ന ചോരക്കളി നിറഞ്ഞ ആക്ഷനാണ്. ഗംഭീര ട്രെയിലറാണ് കേട്ടോ. ഇങ്ങനൊരു ട്രെയിലർ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിലെ വില്ലൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് ബോബി ഡിയോളാണ്. അദ്ദേഹം ഒറ്റക്കണ്ണനായിട്ടാണ് വരുന്നത്. നമുക്കറിയാം അനിമൽ സിനിമയിൽ അദ്ദേഹം നല്ലൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഒരു മടങ്ങ് അധികം തന്നെയാണ് ട്രെയിലറിൽ ഇത് കാണുന്നത്. അപ്പോൾ സിനിമയിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല, സിനിമ കണ്ടു തന്നെ മനസ്സിലാകണം. എന്തായാലും ട്രെയിലറിൽ ഗംഭീര ഒരു വില്ലനായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ സിനിമയുടെ ഹീറോയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൂര്യയാണ്. സൂര്യയുടെ ആക്ഷൻ രംഗങ്ങളും അതുപോലെ ഹാർഡ് വർക്കൊക്കെ നമുക്കറിയാം. ട്രെയിലറിൽ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി സൂര്യ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിലറിൽ കാണുന്നത്. അതേപോലെ അദ്ദേഹം ഇതിൽ ഡയലോഗൊക്കെ പറയുമ്പോൾ അലറുകയാണ്, കിടന്നിട്ട് സിംഹം പോലെ അലറുകയാണ്. സിംഹം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ കാണുന്ന അലർച്ചയെക്കാളും ഇതിൽ ഒരുപാട് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൗണ്ട് കൊടുക്കുന്നതിനായിട്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സൗണ്ട് ഡബ് ചെയ്യുന്ന സമയത്ത് സൂര്യയ്ക്ക് നല്ല പണി വന്നിട്ടുണ്ടാവും, കാരണം അതുപോലെ അലറുകയാണ്. അപ്പോൾ ആ അലർച്ചയ്ക്ക് അനുസരിച്ചുള്ള ഗംഭീര അഭിനയവും ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ട്രെയിലറിൻ്റെ അവസാനം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് സൂര്യ. ഒപ്പം പുറകിലൊരാളുണ്ട്, വലിയൊരു മുതലയാണ്, അതിനെ കത്തിയിലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് എറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ VFX ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ മൃഗങ്ങളെ കൊണ്ടുള്ള ഒരു ആക്ഷൻ രംഗങ്ങൾ പോലെ, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം, അങ്ങനെ ഒരുപാട് VFXും ചിലവും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെ പോകണം. എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ട് ഈ സിനിമ കാണുമ്പോൾ എത്ര രൂപ ചിലവായോ അതിൻ്റെ ഒരുപാട് മടങ്ങ് നമുക്ക് ആ സ്ക്രീനിലും അവിടെയുള്ള സൗണ്ട് എഫക്റ്റിലും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ BGM ഒക്കെ ഗംഭീര BGM ആണ്, നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. വെറും ചോരക്കളിയാണ്. ഒരു സീനിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുറേ കൈകൾ ഇങ്ങനെ വെട്ടിയിട്ട് താഴേക്ക് ചോര കൊണ്ട് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ചോരക്കളിയാണ്. എന്തായാലും നല്ലൊരു സിനിമയായിരിക്കുമെന്ന് ആ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാടാണ് കാണിക്കുന്നത്. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. ബാഹുബലിയുടെ മ്യൂസിക് പോലെയൊക്കെ കാണുന്നത്. പുരിയാത മർമ്മം. അഗ്നിപർവ്വതമാണ് സെറ്റൊക്കെ.
சாவிறங்குற மாதிரி மேலே இறங்கி அவன் அந்த மண்டையோட்ட ரத்தத்தை நிரப்பி அறுத்துக்கு கொண்டு കൈകളാണ് വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നത്. தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். விளை பெருமாச்சி மண்ணே ആ കയ്യിലൊക്കെ കൂടി എന്തൊക്കെയോ ചിത്രപ്പണി ചെയ്തിട്ടുണ്ട് അവർ. ഈ സിനിമയുടെ വർക്ക് വളരെ കൂർമ്മ ബുദ്ധിയോടെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ രംഗങ്ങളിലും ശരീരത്തിൽ പോലും അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ. VFXന്റെ മഴയാണ്. அறுபட்டியன் சிரம் மண்டுருண்டாலும் உருளும் முன் நெற்றியும் முழங்காலும் மண் தொடா மண்டீரா അലർന്നത് കണ്ടില്ലേ? ഷോലയൊക്കെ അപ്പുറത്ത് നിൽക്കണമെന്നാണ് തോന്നുന്നത്. മുതലേനെ എടുത്തെറിയാണ്. സിനിമ മുഴുവൻ യുദ്ധങ്ങളാണ്. അപ്പോൾ യുദ്ധത്തിൽ കൊന്നവരുടെ ആ തലയോട്ടികളാണ് അങ്ങനെ മാലയായിട്ട് കോർത്തിട്ട് ഇങ്ങനെ എറിയുന്നത്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 10-ാം തീയതി ആണ് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ്. അപ്പോൾ എന്തായാലും തിയേറ്ററുകളൊക്കെ പൂര പറമ്പായിരിക്കും. തീ പാറുന്ന ആക്ഷൻ രംഗങ്ങൾ നമുക്ക് സ്ക്രീനിൽ പ്രതീക്ഷിക്കാം. അതുപോലെ നല്ല സൗണ്ട് എഫക്റ്റും ഈ സിനിമയിലുണ്ട്. ഏതായാലും അതിൽ BGM ഒക്കെ കേട്ടില്ലേ, ഗംഭീരമാണ്. അതേപോലെ പാട്ടുകൾ, നല്ല പാട്ടുകളുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ നമുക്ക് ഈ ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.